അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം ചളാരി സമസ്തയുടെ 100-ാം വാർഷിക സമ്മേളനം കുനിയയിൽ വെച്ച് വലിയ ബൃഹത്തായ തോതിൽ നടത്തുകയും ആ പരിപാടിയൊക്കെ ഏറെക്കുറെ ഭംഗിയായി തീരുകയും ചെയ്തു. വിവിധങ്ങളായ വിഷയത്തെ സംബന്ധിച്ച് അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. പുത്തനാശയക്കാരെ സംബന്ധിച്ചും തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചും കളത്വരീഖത്തുകാരെ സംബന്ധിച്ചുമൊക്കെ സമൂഹത്തിന് ഉണർവ് നൽകി വളരെയധികം പ്രത്യാശയുള്ള ഒരു പരിപാടിയാണ്. അവർ തമ്മിലുള്ള വടം തിരിച്ചലുകൾ പല യൂണിറ്റിലും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു വണ്ടി പോകുന്നതിന് പകരം 2 വണ്ടി പോയി എന്ന് മാത്രമാണ് അതിൻ്റെ അധികം എടുത്തു പറയേണ്ട സംഗതികൾ. ഷജറുകളുടെ വകുപ്പിലൊന്ന് പോകുന്നുണ്ട്, നളന്തകളുടെ വകുപ്പിൽ വേറൊന്നും പോകുന്നുണ്ട്. അങ്ങനെ പല വിഭാഗങ്ങളും വരുന്നു. അങ്ങനെ വരുമ്പോൾ അവരൊക്കെ വിവേചനം നൽകാൻ പാടില്ല എന്നും തങ്ങൾ പാപ്പ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പരിപാടിയിൽ വരുന്ന ആളുകളൊക്കെ അപ്പോൾ ചില ആളുകളോട് വ്യക്തിപരമായ വലിയ എതിർപ്പുണ്ടാവും. അപ്പോൾ അയാളെ ഇരിക്കാൻ സ്ഥലം കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ സംഗതി ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇതിൻ്റെ കൂടെ നിന്നുകൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ ആവേശത്തോടു കൂടി പറയേണ്ട ചില ആളുകളൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കി പത്രക്കാർ ചെന്നപ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ടവും പ്രതികരിച്ചത് ഈ രൂപത്തിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ 100-ാം വാർഷിക ഇന്റർനാഷണൽ വാർഷികത്തിന്റെ ഭാഗമായി കൊണ്ടുള്ള പ്രൗഢമായ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇതവിടെ പല ഭാഗങ്ങളിൽ നിന്നും കൂലം കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം അതിന്റെ 100 വർഷം ആണ്ട് തികയാണ്. നമ്മോടൊപ്പം ബഹുമാനനായ ഈ നഗരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ SKSF-ന്റെ ബഹുമാനനായ NP അഷ്റഫ് അവറുകളുണ്ട്. അവരുമായിട്ടൊന്ന് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് ഇവിടുത്തെ നഗരിയെ കുറിച്ചും എന്തെല്ലാമായി എന്ന് നമുക്ക് പ്രേക്ഷകർക്കൊന്ന് പറയാം. പഠിച്ചിട്ടില്ല. അപ്പം കൂടുതൽ നമുക്ക് വിശദാംശത്തിലേക്ക് പോവാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നഗരിയെ സംബന്ധിച്ചും നഗരിയുടെ സിസ്റ്റത്തെ സംബന്ധിച്ചും ആവേശത്തോടു കൂടി ചോദിച്ചപ്പോൾ അവനെ അറിയില്ല, കണ്ടിട്ടേ ഇല്ല, നാട്ടുകാരനെ അല്ല എന്നാണ് പറഞ്ഞത്. ആ ഒരു മിസ്സിങ് അണ്ടർസ്റ്റാൻഡ് എല്ലായിടത്തും നടന്നിട്ടുണ്ട്. ആ ഒരു സംഗതി എല്ലായിടത്തും നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയല്ലാതെ നിവർത്തില്ല. കാരണം തങ്ങൾ പാപ്പ തന്നെ പറയുന്നുണ്ട്, പ്രസംഗിക്കാൻ വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മാത്രമല്ല, കൂടെ വരുന്ന ഡ്രൈവർമാരടക്കം സ്റ്റേജിൽ കയറുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് മാറണമെന്ന് അതിഥികളോട് പറയാനുള്ള ഓരോ അതിഥികൾക്കും അവരുടേതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതനുസരിച്ച് നിൽക്കാൻ പാടുള്ളൂ. ഇപ്പം കണ്ടില്ല, സ്റ്റേജിൽ എല്ലാവരും കയറുക. ഇപ്പം നാളെ മുഖ്യമന്ത്രിമാരും മറ്റുള്ളവരൊക്കെ പങ്കെടുക്കുന്ന സ്റ്റേജാണ്. അതിന് എല്ലാവരും കൂടി കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ഇവിടെ അതിനെ സംബന്ധിച്ചാണ് ഇപ്പം നമ്മൾ തീരുമാനിക്കാൻ പോകുന്നത്. ഓരോരുത്തർ സമസ്ത നേതാക്കന്മാർ, മറ്റ് പ്രമുഖ വ്യക്തികൾ, ഇപ്പോൾ മുഖ്യമന്ത്രിമാർ, മറ്റുള്ളവരൊക്കെ വരുന്ന വിദേശ പ്രതിനിധി. അപ്പോൾ പോലീസുകാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതിൽ കയറുമ്പോൾ പാസ് ചെയ്യാത്ത ആൾക്കാരെ കയറ്റരുത്. പിന്നെ സ്റ്റേജിൻ്റെ ഒരു പ്രൗഢി ഉണ്ട്. ആ പ്രൗഢി നശിപ്പിക്കാൻ പാടില്ലല്ലോ. കാരണം ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു നേതാവോ വരുമ്പോൾ അയാളൊപ്പം പിന്നെ പ്രസിഡന്റും ഡ്രൈവർ വന്ന് കണ്ട സ്റ്റേജിൽ വന്നിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും പറ്റൂല. ക്ഷണിക്കപ്പെടാത്തോട് സ്റ്റേജിൽ കയറുക. അപ്പം അതിനൊരു രൂപരേഖ ഉണ്ടാക്കും. VIP ലോഞ്ച് അവിടെ വേറുണ്ടല്ലോ അവിടെ. ഏതായാലും നമ്മുടെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ പരിപാടിയുടെ വേദി നിർണ്ണയിക്കുന്നിടത്ത് അല്ലെങ്കിൽ വേദിയിൽ ആരൊക്കെ കൈകാരണം ഇരിക്കണം എന്നുള്ളിടത്ത് ചെറിയൊരു അബദ്ധം സംഭവിക്കുന്നുണ്ട് എന്നും ഒപ്പം വന്നവരൊക്കെ ഓടിക്കയറുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നും തങ്ങൾ പാപ്പാൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല, ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കാര്യത്തോടു കൂടി പറയേണ്ട സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെപ്പോലും നിയന്ത്രിക്കുന്നത് മറ്റേതോ വൻ ശക്തികളാണ് എന്നും അവരുടെ തന്നെ ചില സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഒരു ഉസ്താദും കൂടി പറഞ്ഞൊന്ന് കേട്ടു നോക്കി. ഒന്നുകൊണ്ട് നിങ്ങൾ എന്ത് വേണം ഒരുപാട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചാണ്, പക്ഷേ ഇവിടെ ടൈമില്ല. എന്നോട് ആദ്യം പറഞ്ഞത് 45 മിനിറ്റാണ്, പിന്നീട് പറഞ്ഞത് 40 മിനിറ്റാണ്, പിന്നീട് പറഞ്ഞത് 30 മിനിറ്റാണ്, ഇപ്പോൾ പറഞ്ഞത് 15 മിനിറ്റാണ്. അങ്ങനെ അതേസമയത്ത് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ഞാനും ആണ്. നിങ്ങളൊക്കെയും എന്താ പറഞ്ഞത്? എനിക്ക് നേരത്തെ 45, പിന്നെ 30, പിന്നെ 15 ഇങ്ങനെയൊക്കെ ആക്കി. അതേ സമയത്ത് ഈ പ്രോഗ്രാമിൻ്റെ കമ്മിറ്റിൻ്റെ ചെയർമാനുള്ള ഞാനാണ്, ഇന്നെ തന്നെ വേറെ ആരോ നിയന്ത്രിക്കുന്നു എന്നുള്ള നിലക്കാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമാണ്. കാരണം പ്രോഗ്രാമിലില്ലാത്ത പല ആളുകളെപ്പോലും ചില ആളുകൾ തള്ളിക്കയറ്റി എന്നും അവർക്കൊക്കെ അവാർഡ് കൊടുത്തു എന്നൊക്കെ
മറ്റാർക്ക് യുവതി വിട്ടതായി കണ്ടു. അത് പിന്നെ ഔപചാരികമല്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് കൊടുക്കുന്നില്ല. ഏതാണെങ്കിലും ഇങ്ങനെയൊരു ദുരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട്. കനിയമ്പുറം തുടങ്ങിയ ബഹുമാന്യരായ സാദാത്തുക്കളെയും നേതാക്കളെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ പ്രോഗ്രാമിൽ മൂപ്പര പേരില്ലാത്തതുകൊണ്ട് ഞാൻ മൂപ്പരെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ബഷീർ അലി തങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ അബ്ദുൽ അങ്ങനെ പരിപാടിക്കില്ലാത്ത പല തങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കണ്ടപ്പോൾ ആ കണ്ട വാക്കിയൊരു സ്വാഗതമൊക്കെ പറഞ്ഞ്, ഏതാണെങ്കിലും ആ പരിപാടിയിൽ വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ വിഷ അവതരിപ്പിച്ചിരുന്നു. ശരീഅത്തില്ലാത്ത ത്വരീഖത്തുകാരെ നഖശിഖാന്തം എതിർക്കണമെന്നും ശരീഅത്തില്ലാത്തവരൊന്നും ത്വരീഖത്തല്ല എന്നും ഒക്കെ അവതരിപ്പിച്ചിരുന്നു. പിന്നെ എന്തോന്നാവും, എൻ്റെ ഒരു വീക്ഷണം പ്രകാരം കുരുവട്ടൂരുകളാകുന്ന നൗഷാദ് അടക്കമുള്ള ആളുകൾ, നൗഷാദ് അഫ്തനി അടക്കമുള്ള ആളുകൾ എഴുതി കൊടുത്താണോ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചത് എന്ന് തോന്നിപ്പോകുന്ന നിരക്കുള്ള ഉദ്ധരണികളായിരുന്നു പിന്നെ ഈ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതെന്തോ ആകട്ടെ, അത് എന്താണെന്നുള്ളത് ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പറഞ്ഞ നൗഷാദ് തന്നെ എടുത്ത് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഏതാണെങ്കിലും നൗഷാദാണെങ്കിലും ഈ പറഞ്ഞ കുരുവട്ടൂരി മുരീദുകളാണെങ്കിലും ഒക്കെയും പരിപാടിക്ക് പോയിട്ടുണ്ട്. അവരെങ്ങനെ ആക്ഷേപിച്ച് പറഞ്ഞാലും MT ദാരിമി അടക്കമുള്ള സൽമാൻ അസരി അടക്കമുള്ള പിന്നെ പല ആളുകളും ഇപ്പം നേരത്തെ ഇവരുടെ വലിയ സമ്മേളനത്തിൽ തന്നെ വ്യാജ ത്വരീഖത്തിനെ സംബന്ധിച്ചും കള്ളശേഖന്മാരെ സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടും പിന്നെ കുരുവട്ടൂരികൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ലിങ്ക മുഹമ്മദ് അടക്കമുള്ള ആളുകളൊക്കെയും ആ പരിപാടിക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഏതാണെങ്കിലും അതങ്ങനെയാണ് തീർന്നു. നേരത്തെ ഒരു പക്ഷേ കുരുവട്ടൂരികൾ പോകാൻ വേണ്ടി ബുക്ക് ചെയ്ത ബസ്സുണ്ടാവും. ആ ബസ് പിന്നെ മുടക്കാൻ പറ്റാത്ത ദുരന്തമായിരിക്കും. അതുകൊണ്ട് കയറി പോയതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതാണെങ്കിലും പരിപാടി ഇങ്ങനെ മൊത്തത്തിൽ വീക്ഷിക്കുമ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ അതിൽ പഠിക്കാണ്ട്, പ്രത്യേകിച്ച് വ്യാജ ത്വരീഖത്തുകൾക്കെതിരെ എടുത്ത തീരുമാനങ്ങളൊക്കെയും പ്രശംസനീയമാണ്. അതോടൊപ്പം പരിപാടിയിൽ പരിപൂർണമല്ലാത്ത പല സംഗതികളും പല വാക്കുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്യം ചെയ്യപ്പെടേണ്ടതല്ലാത്തതൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ടുണ്ട് എന്നതും പരമസത്യമാണ്. ഇത് നമ്മൾ പറഞ്ഞതിന് ഇതിൻ്റെ അടിയിൽ വന്നിട്ട് പച്ചക്ക് തോന്നിയാൽ നമ്മൾ ചെയ്തുകൊണ്ടോ ഇന്ന പൊങ്കാലിട്ടതുകൊണ്ടോ കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു എന്ന് മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. CM എന്ന് പറഞ്ഞത് ഒരു മജിദൂബായ ഒലീജാണ്. ഒരു മജിദൂബായ ഒലീജാണ്. മൂപ്പര് ചിലപ്പോൾ നമ്മൾ കേൾക്കണേ നമ്മൾ കാണൂല. നോമ്പിനൊക്കെ മൂപ്പര് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടു. മജിദൂബ് ജദുബിന്റെ ഹാലിലെത്തിയ വലിയൊരു മഹാനാണ് അദ്ദേഹം.